പാകിസ്ഥാൻ ശാന്തിയും സമാധാനവുമുള്ള നല്ല ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ നമ്മൾ കാണുന്ന പോലെ തീവ്രവാദികളായിട്ട് കാണരുത്. ഇതാണ് മീഡിയ വണ്ണിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രമോദ് രാമൻ്റെ നിലപാട്. ഈ ഒരു വിഷയത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, മഹാരാഷ്ട്ര ഫിഷറീസ് മിനിസ്റ്റർ നിതീഷ് റാണ ഈ കാലയളവിൽ പറഞ്ഞിരുന്നു, കേരളം ഒരു മിനി പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. വടക്കേ ഇന്ത്യയിലുള്ള പല ഹൈന്ദവ അല്ലെങ്കിൽ BJP നേതാക്കന്മാർക്കും ഇങ്ങനെയൊരു നിലപാട് ഉണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയ്ക്ക് ആസ്പദമായ കാര്യം. എനിക്ക് ഈ ശ്രീ പ്രമോദ് രാമനോട് പറയാനായിട്ട് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ക്യാമറയുമായിട്ട് പ്രമോദ് രാമൻ്റെ മീഡിയ വൺ ചാനൽ, താങ്കളുടെ അംഗങ്ങൾ, താങ്കൾക്ക് വെൽ സപ്പോർട്ട് ഉണ്ടാവും പാകിസ്ഥാനിൽ. മീഡിയ വൺ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന മീഡിയ വൺ ചാനലും മാധ്യമത്തിനും പാകിസ്ഥാനിൽ പോയി ഒന്ന് കവറേജ് കിട്ടണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് അവിടെയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജീവിതം ഒന്ന് എടുത്തു കാണിക്കാൻ സാധിക്കുമോ മിസ്റ്റർ പ്രമോദ് രാമൻ? പോകുമ്പോൾ താങ്കളുടെ ഫുൾ ടീമിനെ കൊണ്ടുപോകും. ഇപ്പം ദാവൂദ്, അജിംസ്, വേണുവേട്ടൻ എല്ലാവരും കൊണ്ടുപോയിട്ട് ആ ജീവിതങ്ങളൊന്ന് കാണിക്കാൻ പറ്റുമോ? അടിച്ചമർത്തപ്പെട്ടില്ലാതായിരിക്കുകയാണ്. കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറയാൻ ഉള്ള കാരണങ്ങൾ, ഒരു തീവ്രവാദി ഒസാമ ബിൻ ലാദൻ ആയിക്കോട്ടെ, ഇസ്മയിൽ ഹനി ആയിക്കോട്ടെ, യഹിയ സിൻവാർ ആയിക്കോട്ടെ, ഹിസ്ബുള്ളയുടെ നസറുള്ള ആയിക്കോട്ടെ, അവർ മരിക്കുമ്പോൾ ഏറ്റവും ആദ്യം മയ്യത്ത് നിസ്കാരവും അനുശോചനവും പ്രതിഷേധങ്ങളും നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ലോകത്ത്, ഞാൻ ഇന്ത്യയല്ല പറയുന്നേ, ലോകത്ത് അവർക്ക് വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നില്ല. അറബ് രാജ്യങ്ങളിൽ നടക്കുന്നില്ല, കേരളത്തിൽ നടക്കുന്നു. എന്തുകൊണ്ട്? അത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നടക്കുന്നുണ്ടാവും. ആ നിലയിലാണോ മീഡിയ വൺ ചാനൽ നമ്മുടെ കേരളത്തെ കാണുന്നത്? ആ നിലവാരത്തിൽ, പാകിസ്ഥാൻ്റെ നിലവാരത്തിൽ? ഞാൻ പറയുന്നത്, പാകിസ്ഥാനിൽ ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ 90% നല്ലവരായിരിക്കാം. നമ്മുടെ മലപ്പുറത്തും നമ്മുടെ കേരളത്തിലും ഉള്ള ജനങ്ങളും 90% നല്ലവരാണ്. ഇതിന് എല്ലാം ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന നേതൃത്വത്തിലും മാധ്യമത്തിലും സാമൂഹ്യ നേതാക്കന്മാരെ പറ്റിയാണ് പറയുന്നത്. അടുത്ത വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്തത് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ പറഞ്ഞത്, പ്രിയങ്കയും രാഹുലും പേടിച്ചാണ് വയനാട് വന്നത്. താങ്കൾക്കൊരു വിശകലനം ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് വയനാട് അല്ലെങ്കിൽ എന്തുകൊണ്ട് വടക്കൻ കേരളം? പേടിച്ച് മുസ്ലിം വോട്ടിന് വേണ്ടി തന്നെയാണ് വന്നത്. അത് ജനാധിപത്യമല്ല. ഇസ്ലാമും ജനാധിപത്യവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇങ്ങനെ ഇസ്ലാം അവർക്ക് രാഹുലിനും പ്രിയങ്കയ്ക്കും വോട്ട് ചെയ്യുന്നതിനുള്ള കാരണം, ഇവർ അധികാരത്തിലിരുന്നാൽ വില പേശി വാങ്ങാം. അത് കേരളത്തിൽ നമുക്ക് ഇനി പ്രമോദ് രാമൻ്റെ ഈ കഥ ഇതിലേക്ക് കൊണ്ടുവരാം, മിനി പാകിസ്ഥാൻ കഥയിലേക്ക് കൊണ്ടുവരാം. ഇന്ന് അധികാരത്തിലിരിക്കാതെ തന്നെ വെറും 26% വോട്ട് വെച്ചിട്ട് ഇവരിവിടെ കാണിക്കുന്നത് നോക്കൂ. വഖഫ്, ഫറൂഖ് കോളേജ് വിറ്റ ഭൂമി, ഞാനിനി അധികം അതിനെപ്പറ്റി പറയുന്നില്ല. അതിൽ ക്ലെയിം കൊണ്ടുവന്നിരിക്കുന്നു, അനാവശ്യമായിട്ടൊരു ക്ലെയിം കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു സൂചനയല്ലേ? എന്തുകൊണ്ടും അതൊരു മിനി പാകിസ്ഥാൻ മുസ്ലിം ഭരണം കൊണ്ടുവരുന്നതിന് തുല്യമാണ്. ചരിത്രത്തിലും നമ്മ പഠിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ എന്താ ചെയ്തതെന്ന്. മലബാർ കലാപം. അവസരമില്ലാത്തത് കൊണ്ടും വടക്കേ ഇന്ത്യയിൽ കേന്ദ്രത്തിൽ മോഡി ഭരണത്തിലിരിക്കുന്നത് കൊണ്ടുമാണ് ഇത്രയെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്നത് എന്ന് അവരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഇസ്ലാമിക അധിനിവേശത്തിന് താല്പര്യമുള്ള നേതാക്കന്മാരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഭൂരിപക്ഷമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെറിയൊരു കളികൾ കളിക്കുന്നത്, ജനാധിപത്യം മതേതരത്വം. അതല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥിതി കേരളത്തിലും വരും. അതിൻ്റെ പ്രവണതകളാണ് തീവ്രവാദികൾക്ക് ഇവിടെ മയ്യത്ത് നിസ്കാരങ്ങളും മറ്റും നടക്കുന്നത്. അതിനെപ്പറ്റി ഒരു നേതാവിന് പറയുന്നു. ഇന്ന് വേറൊരു വിഷയം കൂടി വന്നിരിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ
തുണി ഓരോരുത്തരുടെ വിശ്വാസമാണ്, മുൻകൂട്ടി നമ്മൾ കാണുന്നതാണ്. സമാധാനപരമായിട്ട് ഷർട്ട് ഊരിയിട്ട് വേണം പല ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനായിട്ട്. അതവരുടെ വിശ്വാസവും ആചാരമാണ്. ആരെയും കൊല്ലാനോ അപ്പുറത്തെ മതത്തിലെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും കൊല്ലാൻ ഹൈന്ദവ സഹോദരങ്ങൾ പറയുന്നില്ല. ഷർട്ട് ഊരി അമ്പലത്തിൽ പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്രം പോലും നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് അസഹിഷ്ണുത? അവര് വേറെ ഒരാളെയും ആക്രമിക്കാനോ കൊല്ലാനോ തീവ്രവാദികളാവാനോ പറ്റുന്നില്ല. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്നവര് അന്യമതസ്ഥരെ കൊല്ലാനാണ് പറയുന്നത്, ആക്രമിക്കാനാണ് പറയുന്നത്. അവർക്ക് ഇപ്പോൾ ഭയം മൂലമാണ് അവർ ചെയ്യാത്തത്. അവസരം കിട്ടിയാൽ അവർ ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഹെയ്റ്റ് സ്പീച്ചാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് അവരുടെ പറയാനുള്ള അവകാശമാണ്. അവര് ഈ ഒരു ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് കേരളം മിനി പാകിസ്ഥാനാണെന്ന്. കാരണം തീവ്രവാദികൾക്ക് മയ്യത്ത് നിസ്കാരം നടക്കുന്നു നമ്മുടെ കേരളത്തിൽ. ലോകം തീവ്രവാദി ഹമാസ് എന്നും ഹെസ്ബുള്ള എന്നും മറ്റും വിളിക്കുന്ന ഹൂത്തികളെന്നും എല്ലാം വിളിക്കുന്ന അൽഖ്വയ്ദ പോലെയുള്ള സംഘടനകൾക്ക് ഇവിടെ പ്രോത്സാഹനം ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തെ വടക്കേ ഇന്ത്യയിലുള്ളവർ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത്. പാകിസ്ഥാൻ താങ്കൾക്ക് നല്ല രാജ്യമായി തോന്നുന്നത് വളരെയധികം വലിയൊരു സൂചനയാണ്. നമ്മുടെ ഇത്രയും ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇരുന്നത് പറയാൻ താങ്കൾക്ക് അത് പറഞ്ഞത് വളരെ വലിയൊരു തെറ്റായിപ്പോയെന്ന് മിസ്റ്റർ പ്രമോദ് രാമൻ കണക്കാക്കണം. അത് മനസ്സിലാക്കി താങ്കൾ അത് തിരുത്തുമെന്ന് വിചാരിക്കുന്നു.